ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടല്ല വന്നിട്ടുള്ളത്, അതിലൊരു വാട്ടേറ്റിനിടെ ആയിട്ടും കൂടി ആണെന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു 1 വീക്ക് കേട്ടോ, എഗ് ഡയറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓരോ ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, പിന്നെ അതിന് പുറമെ അന്നത്തെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് 1 വീക്ക് ഡെയിലി വീഡിയോ ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീച്ച് വരുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. 2 ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 4-4:30 ആയപ്പോഴാണ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം വാതിൽ തുറന്നു കൊടുത്തിട്ട് നേരെ പോയി ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ എണീച്ച് വന്നപ്പോൾ ആണ് ഹസ്ബൻഡ് കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡയറി മിൽക്ക്, മിൽക്കി ബാർ, നട്ട്സ്, വേറെ കുറേ ചോക്ലേറ്റ്സ്, പിന്നെ കുറേ ബേക്കറി, അതൊക്കെയാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോഴൊക്കെ രാവിലെ കണ്ടു വന്നത് ഇത്. പിന്നെ നല്ല ക്രിസ്മസ് അല്ലേ, 2 അടിപൊളി പ്ലം കേക്കും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പ്ലം കേക്ക്. അപ്പോൾ ഇതാ വെയിറ്റാണ് കേട്ടോ ഞാൻ കാണിച്ചത്. 86.50 ആണ് എൻ്റെ വെയിറ്റ് ഉള്ളത്, സ്റ്റാർട്ടിങ് വെയിറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും വെയിറ്റ് നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നോക്കാം, ഞാൻ എല്ലാ ദിവസവും വെയിറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ എഗ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. 14 ഡേയ്സ് വരെ എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട്, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല എഗ് ഡയറ്റ്. ഞാനൊരു 7 ഡേയ്സ് വരെ എടുക്കുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എഗ് ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ എഗ്ഗാണ് മെയിനായിട്ട് എടുക്കേണ്ടത്. 5 എഗ്ഗ് വരെ ഒരു ദിവസം എടുക്കാം. പിന്നെ എഗ്ഗിൻ്റെ കൂടെ നമുക്ക് ചിക്കനും ഫിഷും എടുക്കാം. പിന്നെ ലോ കലോറി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കാം. ബ്രോക്കോളി, പിന്നെ ലീഫുകളൊക്കെ എടുക്കാം. പിന്നെ അങ്ങനെയൊക്കെ, പിന്നെ പൈനാപ്പിൾ, അങ്ങനത്തെ കുറച്ച് കലോറി കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സൊന്നും എടുക്കാൻ പറ്റില്ല. ബനാന അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ റോബസ്റ്റൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെയാണ് ഉള്ളത്. പിന്നെ രാത്രി നമുക്ക് ഓട്സൊക്കെ എടുക്കാം. അതൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴിക്കണതൊക്കെ ഓരോന്ന് കാണിക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ ഞാനിത് മക്കൾക്കാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലഞ്ചാണ്. അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുകയാണ്. എനിക്ക് വേഗം ഉണ്ടാക്കാനും കഴിയും, അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ നല്ല സുഖമല്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതന്നെയല്ല, ഓരോ ദിവസം മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മക്കളെ വേഗം എണീപ്പിക്കട്ടെ. അപ്പോൾ ഇന്ന് ഭയങ്കര മടിയുണ്ട് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസം ഓരോ പോലെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ചാടി എണീക്കും. ചിലപ്പോൾ ഒരു ഭയങ്കര മടിയാണ് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് ലഞ്ചൊക്കെ ഒന്ന് ഓക്കെ ആക്കി വെക്കുകയാണ്, റെഡിയാക്കി വെക്കുകയാണ്. ഞാനിങ്ങനെ സാൻഡ്വിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണ് മക്കൾക്ക് കഴിക്കാൻ വേണ്ടി, പെട്ടെന്ന് കഴിക്കാൻ ഈസിയായി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് സോസുമാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കുക, ടൊമാറ്റോ സോസ്. പിന്നെ ഞാൻ മക്കളെ കുളിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ഞാൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് വെക്കുക. ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യില്ല ഡ്രസ്സൊന്നും. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ ഇന്ന് ചോക്കോസാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കട്ടെ. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് കഴിക്കും. മടിയുള്ള ദിവസങ്ങളിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ വേഗം അത് കൊടുക്കുന്ന വേഗം അവരൊന്ന് ഒറ്റയ്ക്ക് കഴിച്ചോളും.
പിന്നെ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലൊന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെള്ളം കുടിച്ചോളൂല്ലോ. ഈ ഒരു ഡയറ്റിന് മസ്റ്റായിട്ട് നല്ല വെള്ളം കുടിക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റിപ്പേഷൻ വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വെള്ളം കുടിക്കണം. ഒരു ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ ആയിട്ട് നല്ല കുടിക്കണം. ഇത് ഞാൻ തലേന്ന് രാത്രി ഒരു 3 അത്തിപ്പഴം എടുത്ത് വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇരുന്ന് രാവിലെ തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മക്കളെ ഒപ്പം ഇരുന്നിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. ഒരു 3 കഴിക്കുന്നത്. എനിക്ക് അത്തിപ്പഴം ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഓൾറെഡി അത് വെറുതെ കഴിച്ചാൽ വണ്ണം വെക്കും. അപ്പോൾ ഈ വെള്ളത്തിലിട്ടിട്ട് കഴിച്ചാൽ വെയിറ്റ് ലോസിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് തീരെ മധുരമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ നല്ലതാണല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിലങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മക്കളൊക്കെ ഇറങ്ങുകയാണ്. ഇപ്പോൾ സുജി ഉറങ്ങുകയാണല്ലോ. അല്ലെങ്കിൽ സുജി ഉണ്ടെങ്കിൽ പിന്നെ സുജിയാണ് ശരിക്കും മക്കളെ ഡ്രോപ്പ് ചെയ്യാറ്. പിന്നെ സുജി രാവിലെ എത്തിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനാണ് മക്കളെ ഡ്രോപ്പ് ചെയ്യണത്. പിന്നെ ഇതാ ക്രിസ്മസ് ഡെക്കറേഷനിൽ രാവിലെ തന്നെ ഒരു ലൈറ്റും കൂടി ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മക്കളെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ടോട്ടോ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മക്കളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് അവനെ ഞാൻ തുറന്നു വിടുക. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവന് സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തിൽ അവൻ 2 ചാട്ടമൊക്കെ ചാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ മുൻപത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നല്ല പണി നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ മുന്നിൽ ഇങ്ങനെ ഈ ഐക്യന്ന് വാങ്ങിയ ഈ ഒരു ഷൂ റാക്കിൻ്റെ ആ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഷൂ അല്ല കേട്ടോ അതിൽ വെക്കുന്നത്. ഈ ടോട്ടോൻ്റെ സാധനങ്ങളും അവൻ്റെ ഫുഡ്, പിന്നെ അവൻ്റെ ലീഷ്, അവൻ്റെ പെർഫ്യൂംസ്, അവൻ്റെ ഷാമ്പൂ, അങ്ങനത്തെ അവൻ്റെ കുറേ ആക്സസറീസ് ആൻഡ് സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി വെച്ചു. പിന്നെ മക്കളെ സൈക്കിള് അത് ഇത് ഒക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു. പിന്നെ അവിടെയുള്ള ഷൂമിലൊക്കെ നിറയെ പൊടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഫ്രണ്ട് ഭാഗം നീറ്റായി കാണാണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു. പിന്നെ ഇന്നലെ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് മുൻഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം കൂടി മസ്റ്റാണെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വെള്ളം കൂടി എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഭംഗിയുള്ളൊരു ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1100-1200 മില്ലി ഒക്കെ ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു 2 ബോട്ടിൽ വെള്ളം കഷ്ടിച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതാ വീട്ടിൽ പുട്ടും ചെറുപയറൊക്കെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബീഫും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിതാ മുട്ടയും 2 മുട്ടയും 1 ആപ്പിളും ആണ് കഴിക്കണത്. അത് എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ കട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പതുക്കെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ വെച്ച് ഫോണൊക്കെ കണ്ടിങ്ങനെ സമാധാനത്തിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വയറൊക്കെ നിറഞ്ഞോളും എന്നുള്ള ആ ഒരു ഇതിൽ കഴിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സൂംബക്ക് പോയി കുറച്ച് 1 മണിക്കൂർ അത് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ഒരു ഗ്രീൻ ടീ കുടിച്ചു കേട്ടോ. ഗ്രീൻ ടീയിൽ ഞാൻ ഹണി ചേർത്തിട്ടുണ്ട് കുറച്ച്. അതും പിന്നെ ഒരു കുക്കുംബർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 കുക്കുംബറെ അതും ഞാൻ ഇച്ചിരി ഉപ്പ് അതിൽ കാണിച്ച ഉപ്പ് മൊത്തമൊന്നും ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ. ഇച്ചിരി ഞാനിങ്ങനെ ഡിപ്പ് ചെയ്യും. അതുമാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അതൊരു ചെറിയൊരു ഫ്ലേവർ വേണ്ടിയിട്ട് എനിക്ക് ലെമൺ അങ്ങനെ സ്ക്വീസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് എനിക്കെന്തോ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇടനേരത്ത് കഴിച്ചത്. അപ്പോൾ സൂംബൊക്കെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഫോണൊക്കെ കണ്ട് ടി വി ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് പിന്നെ ഒരു ഉച്ച ആയിട്ടുണ്ട്. മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരു 2:30 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മക്കളെയൊക്കെ പിക്ക് ചെയ്ത് ആ ടൈമിൽ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ പിക്ക് ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മക്കൾ അവിടെയുള്ള എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. പിന്നെ എന്നിട്ടാണ് ആ ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ബ്രോക്കോളിയും ക്യാരറ്റുമാണ് ആവിയിൽ വേവിച്ചിട്ട് അതാണ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് എടുത്തത്. പിന്നെ ഒരു ബുൾസയും അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും അതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ അതൊക്കെ കഴിച്ചു. പിന്നെ ഈവനിങ് മക്കൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒരു ഗ്രീൻ ടീയും കൂടി കുടിച്ചിട്ടോ. നല്ല നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ആ ടൈമിൽ നമുക്ക് ചായക്കൊരു ഇങ്ങനെ ക്രേവിങ്സ് വരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒരു ഗ്രീൻ ടീയും അതിലേക്ക് ഇച്ചിരി ഹണിയൊക്കെ ചേർത്തിട്ട് അതും നട്ട്സും, അതായത് ഞാൻ ആൽമണ്ട്സാണ് കേട്ടോ എടുത്തത്. അത് വേണമെങ്കിൽ കടല, അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി എടുക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ എമൗണ്ട് കുറച്ചിട്ട് ഇങ്ങനെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. മക്കളെ ട്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം മക്കളെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. മക്കളെ മുടി നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മുടി വെട്ടാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അതിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും മക്കളും ഇവിടുന്ന് നേരെ സുജീൻ്റെ ഓഫീസിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. പിന്നെ അവിടുന്ന് സുജീൻ്റെ കൂടെ നേരെ പാർലറിലേക്ക് പോവാം. എന്നാലും ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ മക്കളെ കൂടെ ആരെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും സുജിയൊക്കെ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർലറിലേക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഫുൾ ഡെക്കറേഷനാണല്ലോ അല്ലേ. ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അവിടെയും ട്രീയും ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കയറി. അപ്പുറത്ത് മക്കളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഞാൻ ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു മിററൊക്കെ ഇങ്ങനെ ചെയ്തു തരാണ് കേട്ടോ. അവർ സെറ്റ് ചെയ്ത് തരുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ. ഇപ്പം ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടീൻ്റെ തനി സ്വരൂപം പുറത്ത് വരും. അപ്പോൾ ഞാനിങ്ങനെ പോരുമ്പോൾ എൻ്റെ മോൻ്റെ മുടി ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യണ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരാളത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ പിന്നെ രണ്ടാളതും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു താടി എന്തോ ഷേപ്പ് ചെയ്യാണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ മക്കൾ പറഞ്ഞു വിശക്കുണ്ട് പപ്പ, പോണം ദോശ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദോശ കഴിച്ചാൽ എനിക്കും കഴിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ കഴിക്കാൻ പറ്റുന്നത്, ചിക്കനൊക്കെ ആണെങ്കിൽ എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചിക്കനൊക്കെ കഴിക്കാൻ പറ്റുന്ന പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ സ്റ്റീക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ബൺ ക്ലബ്ബിൽ ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ബൺ ക്ലബ്ബ്. അങ്ങനെ അങ്ങോട്ടേക്കാണ് വന്നത്. മക്കൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 സ്റ്റേക്കാണ് പറഞ്ഞത്. ഒരാൾ ചെറിയ മോന് പെരി പെരി ചിക്കൻ സ്റ്റേക്ക്, ഞാൻ നോർമൽ ചിക്കൻ സ്റ്റേക്ക് പറഞ്ഞു.
അപ്പോൾ ഞാനത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല കഴിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കൾക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തിന് എൻ്റെ മൂത്ത മോനായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ബീഫ് സ്റ്റേക്ക് വന്നു. അപ്പോൾ ഓന് വീഡിയോ എടുത്ത് തരില്ല എന്ന് പറഞ്ഞിട്ട് ഓനത് വെച്ച് പോയി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബണ്ണ് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ വീതം വെച്ച് കൊടുത്തു. കാരണം ഞാനത് കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റേത് ഞാൻ എല്ലാവർക്കും വീതം വെച്ച് കൊടുത്ത്, അതായത് സ്റ്റേക്കും ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് കഴിച്ചില്ല. എനിക്ക് എന്തോ ഒരു കുറ്റബോധം. അപ്പോൾ അതുകൊണ്ട് കാരണം ഞാൻ ഓട്സ് ആണല്ലോ കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായിരുന്ന ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പകുതി മാത്രം കഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും കൊടുത്ത് അത് തീർത്തു കേട്ടോ. അതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലത്തേക്കുള്ള അത്തിപ്പഴം കൂടി വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നാളെ ഞാൻ ഡേ 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൂടാനുള്ളവർക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കൂടാം. അപ്പോൾ നിങ്ങളെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സജഷൻ തരാനുള്ളവർക്ക് സജഷനൊക്കെ തരാം കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തായാലും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ഞാൻ നാളത്തെ വെയിറ്റ് നോക്കിയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.